+1 സയൻസ് വിദ്യാർത്ഥികളെ ബോട്ടണി ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത ഭാഗത്തിൻ്റെ തുടർച്ചയാണ്. Today we are going to discuss plant-water relations. You know, നമുക്കെല്ലാവർക്കും അറിയാം, വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ലൈഫ് ആക്ടിവിറ്റീസ്. എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നടക്കണമെങ്കിലും ജലം ആവശ്യമാണ്. എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം പറഞ്ഞിരിക്കണം. It provides the medium in which most substances are dissolved. The protoplasm of cell is water in which different molecules and particles are dissolved and suspended. അതായത് സെല്ലിൻ്റെ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് വാട്ടറാണ്. അതിനകത്ത് പലതരത്തിലുള്ള സബ്സ്റ്റൻസസ്, വസ്തുക്കൾ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു തണ്ണിമത്തൻ, എ വാട്ടർമെലൺ ഹാസ് ഓവർ 92% വാട്ടർ. 92% അതിലെന്താണ് കാണപ്പെടുന്നത്? ജലമാണ്. മനസ്സിലായല്ലോ? ദെൻ നമ്മുടെ ഹെർബേഷ്യസ് പ്ലാന്റ്സിലെ കുറ്റിച്ചെടികളൊക്കെ, മോസ്റ്റ് ഓഫ് ദ ഹെർബ്സ് ഹാവ് ഓൺലി about 10 to 15% of its fresh weight as dry matter. അതിൻ്റെ ഡ്രൈ മാറ്റർ എന്ന് പറഞ്ഞാൽ 10 മുതൽ 15% വരെ ഉള്ളൂ, ബാക്കിയെല്ലാം ജലമാണ്. സോ റിമെമ്പർ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ വിത്തിൻ എ പ്ലാന്റ് വേരീസ്. ഒരു പ്ലാന്റിൽ ജലത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, വിതരണം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വുഡി പാർട്സ് ഹാവ് ലിറ്റിൽ വാട്ടർ, കുറച്ച് ജലമേ കാണുള്ളൂ. കട്ടിയുള്ള സസ്യങ്ങളുടെ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ ജലത്തിൻ്റെ അളവ് കുറവായിരിക്കും. വൈൽ സോഫ്റ്റ് പാർട്സ് മോസ്റ്റ്ലി കണ്ടെയ്ൻ, അതായത് മൃദുവായിട്ടുള്ള ഭാഗങ്ങൾ മോസ്റ്റ്ലി കണ്ടെയ്ൻ മോർ വാട്ടർ. ഇനി സീഡ്സിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. വിത്തുകൾ ഉണങ്ങിയിലിരിക്കുന്നത് ഡ്രൈ ആണ്, പക്ഷേ അതിനകത്ത് ജലാംശമുണ്ട്, ഈർപ്പമുണ്ട്. അല്ലെങ്കിൽ ഈ സീഡുകൾക്ക്, ഈ വിത്തുകൾക്ക് മുളയ്ക്കാനോ അത് ദേ കനോട്ട് അലൈവ് ആൻഡ് ഗ്രോ. അതിനകത്ത് പോലും ജലാംശമുണ്ട്, ഈർപ്പമുണ്ട്, ജലമുണ്ട്. ദെൻ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് അബ്സോർബ് എ ഗുഡ് എമൗണ്ട് ഓഫ് വാട്ടർ ഫ്രം ദ സറൗണ്ടിങ് സോയിൽ ആൻഡ് മോസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് ലോസ്റ്റ് ത്രൂ ദ ഏരിയൽ പാർട്സ് ഓഫ് ദ പ്ലാന്റ് ബോഡി ആസ് വേപ്പർ. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ട്രാൻസ്പിറേഷൻ. അതായത് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ധാരാളം ജലം ആഗിരണം ചെയ്യുന്നു. അതിൻ്റെ ആവശ്യത്തിന് കഴിഞ്ഞുള്ള ജലം, ആവശ്യത്തിന് മാത്രമേ അത്തരം സസ്യങ്ങൾ അതിൻ്റെ ജലം ഉപയോഗിക്കാറുള്ളൂ, എടുക്കാറുള്ളൂ. ബാക്കി എത്ര വലിച്ചെടുത്തോ അതെല്ലാം പുറത്തു കളയും. ആവശ്യമുള്ളത് മാത്രമേ എടുക്കാറുള്ളൂ. അത് മനുഷ്യന് മാതൃകയാണ് സസ്യങ്ങൾ. മനുഷ്യൻ സസ്യങ്ങളെ കണ്ടു പഠിക്കേണ്ടവയാണ്. ദേ അബ്സോർബ് എ ഗുഡ് എമൗണ്ട് ഓഫ് വാട്ടർ ഫ്രം ദ സോയിൽ. പക്ഷേ ആവശ്യമുള്ളത് മാത്രമേ എടുക്കൂ, ബാക്കിയുള്ളത് അവ അന്തരീക്ഷത്തിലേക്ക് വേപ്പറായിട്ട് കളയും. ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് ട്രാൻസ്പിറേഷനം, സസ്യ സ്വേദനം എന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ദെൻ ഇനി നോക്കൂ നിങ്ങൾ, ഒരു കോൺ പ്ലാന്റ്, ഒരു മെച്ചർ കോൺ പ്ലാന്റ് അബ്സോർബ് 3 liters ഓഫ് വാട്ടർ ഇൻ എ ഡേ. ഒരു കോൺ പ്ലാന്റ് ഒരു ദിവസം 3 ലിറ്റർ, ഏകദേശം 3 ലിറ്റർ ജലം ആഗിരണം ചെയ്യുന്നു. എ മസ്റ്റാർഡ്, കടുക്, പ്ലാന്റ് അബ്സോർബ് വാട്ടർ ഈക്വൽസ് ടു ഇറ്റ്സ് ഓൺ വെയ്റ്റ് ഇൻ അബൌട്ട് 5 hours. അതിൻ്റെ വെയിറ്റിന് തുല്യമായ ജലം എന്ത് ചെയ്യുന്നു? 5 മണിക്കൂറിനുള്ളിൽ അത് ആഗിരണം ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല ചെടികളും പല തരത്തിലാണ്, പല അളവിലാണ് ജലം ആഗിരണം ചെയ്യുന്നത്. സോ വാട്ടർ ബിക്കംസ് എ ലിമിറ്റിംഗ് ഫാക്ടർ യൂഷ്വലി ഇൻ അഗ്രികൾച്ചറൽ ആൻഡ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്സ് ഡ്യൂ ടു ഇറ്റ്സ് ഹൈ ഡിമാൻഡ്സ്. അപ്പോൾ ജലം ഒരു കിട്ടാത്ത വസ്തുവായി മാറുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, കോടിക്കണക്കിന് ചെടികളുണ്ട്, മറ്റ് ജീവജാലങ്ങളുണ്ട്, എല്ലാവർക്കും ജലം ആവശ്യമാണ്, എല്ലാവരും ജലം ആഗിരണം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ജലം എന്ത് ചെയ്യുന്നു? ഒരു ലിമിറ്റിംഗ് ഫാക്ടറായി മാറുന്നു എന്നുള്ള കാര്യം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ ജല ആഗിരണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വാട്ടർ അബ്സോർപ്ഷനുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട ടേംസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ് വാട്ടർ പൊട്ടൻഷ്യൽ. അതിൻ്റെ സിമ്പിളൊക്കെ ശ്രദ്ധിക്കുക. വാട്ടർ പൊട്ടൻഷ്യൽ. എന്താണ് വാട്ടർ പൊട്ടൻഷ്യൽ? ഇറ്റ് ഈസ് എ കോൺസെപ്റ്റ് ഫണ്ടമെൻ്റൽ ടു അണ്ടർസ്റ്റാൻഡിങ് വാട്ടർ മൂവ്മെൻറ്റ്സ്. ജലത്തിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസിക് കോൺസെപ്റ്റാണ്
water potential. ഇനി ഇതുമായി ചേർത്ത് വായിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട വേറെ കോൺസെപ്റ്റ്സ് ഉണ്ട്. അതേതൊക്കെയാണ്? സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആൻഡ് പ്രഷർ പൊട്ടൻഷ്യൽ ആർ ദ ടു മെയിൻ കമ്പോണൻസ് ദാറ്റ് ഡിറ്റർമിൻ വാട്ടർ പൊട്ടൻഷ്യൽ. അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ തീരുമാനിക്കുന്ന, വാട്ടർ പൊട്ടൻഷ്യൽ എന്തായിരിക്കണം തീരുമാനിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കമ്പോണൻസ് ആണ് ഏതൊക്കെ? സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആൻഡ് പ്രഷർ പൊട്ടൻഷ്യൽ. അപ്പോൾ വാട്ടർ മൂവ്മെൻറ്റുമായി ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വാട്ടർ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കണം, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കണം, പ്രഷർ പൊട്ടൻഷ്യൽ എന്തെന്ന് മനസ്സിലാക്കണം. ഈ വാക്കുകൾ കേട്ട് നമ്മൾ പേടിച്ചു പോകരുത്. വളരെ ഈസിയാണ്, നിസ്സാരമാണ് സംഭവം. നോക്കൂ, വാട്ടർ മോളിക്യൂൾസ് പൊസസ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി നമുക്കറിയാം, പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗതികോർജം. വാട്ടർ മോളിക്യൂൾസിന് ഗതികോർജമുണ്ട്. In liquid and gaseous form, they are in random motion. ദ്രാവകാവസ്ഥയിലോ വാതകാവസ്ഥയിലോ ആയിരിക്കുമ്പോൾ അവ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. The greater the concentration of water in a system, the greater is the kinetic energy or water potential. എന്ത് നിസ്സാരമാണെന്ന് നോക്കൂ. അതായത് ഒരു സിസ്റ്റത്തിലെ ജലത്തിൻ്റെ അളവ്, കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ കൂടുതലാണെങ്കിൽ ആ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയും കൂടുതലായിരിക്കും. അതുകൊണ്ട് വാട്ടർ പൊട്ടൻഷ്യലും കൂടുതലായിരിക്കും. അപ്പോൾ ഇന്നൊരു കാര്യം വ്യക്തമാണ്. എന്താണ്? സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് പ്യുവർ വാട്ടർ വിൽ ഹാവ് ദ ഗ്രേറ്റസ്റ്റ് വാട്ടർ പൊട്ടൻഷ്യൽ. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ശുദ്ധജലത്തിനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ളത്. ദെൻ നോക്കൂ, ദ വാട്ടർ ഇൻ എ സിസ്റ്റം from higher water potential to the one having lower water potential is very important. ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വാട്ടർ മൂവ്മെൻറ്റ് ഫ്രം ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ടു ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ. ദ പ്രോസസ് ഓഫ് മൂവ്മെൻറ്റ് ഓഫ് സബ്സ്റ്റൻസസ് ഡൗൺ എ ഗ്രേഡിയൻ്റ് ഓഫ് ഫ്രീ എനർജി ഈസ് കോൾഡ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അത് ഓർത്ത് നോക്കുക, ഇവിടെ ഒന്ന് ചേർത്ത് വായിച്ച് നോക്കിയാൽ മതി, എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഇനി വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ഗ്രീക്ക് സിംബൽ സൈ. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പ്രഷർ യൂണിറ്റ്സ് സച്ച് ആസ് പാസ്കൽസ്. ആൻഡ് മോറോവർ, water potential of pure water at standard temperature is taken to be 0. Pure water inde water potential at standard temperatures is 0. പൂജ്യമാണ്. Then ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, if some solute is dissolved in pure water, നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ടു. അപ്പോൾ എന്താണ്? the solution has fewer free water and the concentration of water decreases. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു, അതിനകത്ത് കുറച്ച് ഉപ്പോ കുറച്ച് പഞ്ചസാര ഇടുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ഫ്രീ വാട്ടർ മോളിക്യൂൾസിൻ്റെ എണ്ണം കുറയുന്നു. അതുകൊണ്ട് തന്നെ വാട്ടർ കോൺസെൻട്രേഷൻ കുറയുന്നു. വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നു. കാരണം എന്താ? അതിനകത്ത് അല്പം പഞ്ചസാര ഇട്ടു അല്ലെങ്കിൽ അല്പം ഉപ്പിട്ടു. സോ ഓൾ സൊല്യൂഷൻസ് ഹാവ് എ ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ ദാൻ പ്യുവർ വാട്ടർ. അപ്പോൾ പ്യുവർ വാട്ടറിനേക്കാൾ ഇതൊന്ന് വാട്ടർ പൊട്ടൻഷ്യൽ കുറവായിരിക്കും ഇതൊന്ന് എല്ലാ സൊല്യൂഷൻസിനും, ലായനികൾക്കും. ആൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ലോവറിംഗ് ഡ്യൂ ടു ഡിസൊല്യൂഷൻ ഓഫ് എ സൊല്യൂട്ട്സ് ഈസ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. ഇതിനെയാണ് നമ്മളെന്ന് പറയുന്നത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. ദെൻ the more the solute molecules, the lower is the solute potential. For a solution at atmospheric pressure, water potential equals solute potential. For a solution, relying at atmospheric pressure, എന്തായിരിക്കും? വാട്ടർ പൊട്ടൻഷ്യൽ സമം സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. Then വേറൊരു പ്രധാനപ്പെട്ട വസ്തുത മനസ്സിലാക്കേണ്ടത്, ഇഫ് പ്രഷർ ഗ്രേറ്റർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുതൽ മർദ്ദം ഈസ് അപ്ലൈഡ് ടു പ്യുവർ വാട്ടർ ഓൺ എ സൊല്യൂഷൻ. പ്യുവർ വാട്ടർ, നമ്മൾ പ്യുവർ വാട്ടറിലേക്ക് അല്ലെങ്കിൽ ഒരു സൊല്യൂഷനിലേക്ക്
അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കൂടുതൽ മർദ്ദം പ്രയോഗിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ്സ് വാട്ടർ പൊട്ടൻഷ്യൽ ഇൻക്രീസസ്. അതിൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു? ഉയരുന്നു. ഇറ്റ് ഈസ് ഇക്വലന്റ് ടു പമ്പിങ് വാട്ടർ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതായത് ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ജലം വേറെ സ്ഥലത്തേക്ക് പമ്പ് ചെയ്യുന്നതിന് തുല്യമാണ്. ഇനി പ്ലാന്റ് സിസ്റ്റം, അപ്പോൾ പ്ലാന്റ് സിസ്റ്റത്തിൽ ഈ പ്രഷർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇൻ എ പ്ലാന്റ് സിസ്റ്റം ദ പ്രഷർ ക്യാൻ ബിൽഡ് അപ്പ് when water enters into a plant cell due to diffusion. അതായത് ഒരു പ്ലാന്റ് സെല്ലിനകത്തേക്ക് ജലം പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഡ്യൂ ടു ഡിഫ്യൂഷൻ. ഏത് പ്രവർത്തനത്തിലൂടെ? ഡിഫ്യൂഷൻ വഴി ജലം സെല്ലിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ എ പ്രഷർ ഈസ് ബിൽഡ്. ഒരു മർദ്ദം ഉണ്ടാകുന്നു എഗെയിൻസ്റ്റ് ദ സെൽ വാൾ. സെല്ലിനകത്തേക്ക് ജലം പ്രവേശിക്കുമ്പോൾ അവിടെ ഒരു മർദ്ദം ഉണ്ടാകുന്നു. ആ മർദ്ദം ഏതിനെതിരാകും? കോശഭിത്തിക്കെതിരെയായിരിക്കും. എഗെയിൻസ്റ്റ് ദ സെൽ വാൾ. കോശഭിത്തിക്ക് എതിരെയാണ് ആ മർദ്ദം ഉണ്ടാകുന്നത്. ആൻഡ് ദി സെൽസ് ബിക്കം ടർജിഡ്സ്. നമ്മളൊരു ബലൂൺ ഊതി വീർപ്പിക്കുന്നില്ലേ? എന്നാലോചിച്ച് നോക്കൂ. അതുപോലെ ഒരു കോശത്തിനകത്തേക്ക് ജലം കയറുമ്പോൾ അത് വീർക്കും. അപ്പോൾ ഈ ഒരു മർദ്ദം ഉണ്ടാകുന്നു. ആ മർദ്ദം ഏതിന് എഗൻസ്റ്റ് ആയിരിക്കും? സെൽ വാളിന് എഗൻസ്റ്റ് ആയിരിക്കും. ആൻഡ് ദിസ് ഇൻക്രീസസ് പ്രഷർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇങ്ങനെ ഈ സമയത്ത് സെല്ല് ടർജിഡ് ആകുമ്പോൾ എന്തോന്ന്? പ്രഷർ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. റിമെമ്പർ, പ്രഷർ പൊട്ടൻഷ്യൽ ഈസ് യൂഷ്വലി പോസിറ്റീവ്. പ്രഷർ പൊട്ടൻഷ്യൽ എല്ലായ്പ്പോഴും എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് psi p. ശ്രദ്ധിക്കൂ, പ്രഷർ പൊട്ടൻഷ്യലിൻ്റെ അടയാളം ശ്രദ്ധിക്കൂ. ഓക്കെ, ഇനി വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് എ സെൽ ഈസ് അഫക്റ്റഡ് ബൈ ബോത്ത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ആൻഡ് പ്രഷർ പൊട്ടൻഷ്യൽ. ഞാൻ നേരത്തെ പറഞ്ഞു, വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് എ സെൽ ഈസ് അഫക്റ്റഡ് ബൈ ബോത്ത് സൊല്യൂട്ട് ആൻഡ് പ്രഷർ പൊട്ടൻഷ്യൽ. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് തമ്മിലുള്ള ബന്ധം എങ്ങനെ നമുക്ക് ഒന്ന് നോക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ തമ്മിലുള്ള ബന്ധം ഒന്ന് നോക്കൂ. വാട്ടർ പൊട്ടൻഷ്യൽ സമം വാട്ടർ പൊട്ടൻഷ്യൽ ഈക്വൽസ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ പ്ലസ് പ്രഷർ പൊട്ടൻഷ്യൽ. ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം നിങ്ങൾ തൽക്കാലം അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് പോകേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ട് പ്രോസസ്സിലേക്കാണ്. ഓസ്മോസിസ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രക്രിയയാണ് ഓസ്മോസിസ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയ എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. ഏറ്റവും സിമ്പിളാണ്, ലളിതമാണ് മനസ്സിലാക്കാൻ. യു നോ, പ്ലാന്റ് സെൽ ഈസ് സറൗണ്ടഡ് ബൈ എ സെൽ മെംബ്രെയിൻ ആൻഡ് എ സെൽ വാൾ. പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം അതാണല്ലോ. പ്ലാന്റ് സെൽസിന് സെൽ വാൾ ഉണ്ട്, ആനിമൽ സെൽസിന് സെൽ വാൾ ഇല്ല. അപ്പോൾ പ്ലാന്റ് സെൽ ഈസ് സറൗണ്ടഡ് ബൈ എ സെൽ വാൾ ആൻഡ് എ സെൽ മെംബ്രെയിൻ. ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്താ? The cell wall is permeable to water and substances in solution, hence it is not a barrier to movements. Cell wall is permeable. ആര് വന്നാലും സെൽ വാൾ കോശഭിത്തി കടത്തിവിടും. അത് വാട്ടർ ആയാലും മറ്റ് സബ്സ്റ്റൻസസ് ആയാലും മറ്റ് വസ്തുക്കളായാലും കടത്തിവിടും. അപ്പോൾ അതൊരു ബാരിയർ അല്ല, അതൊരു തടസ്സമല്ല. In plant cells usually contain a large central vacuole. അതും പ്ലാന്റ് സെൽസും ആനിമൽ സെൽസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിലൊന്നാണ്. പ്ലാന്റ് സെൽസിൽ ലാർജ് സെൻട്രൽ വാക്യൂൾ ഉണ്ടാകും, ഫേനങ്ങളുണ്ടാകും. അതിനകത്ത് ഈ വാക്യൂൾസിനകത്ത് കാണപ്പെടുന്ന കണ്ടന്റിനെയാണ് വാക്യുലാർ സാപ്പ് എന്ന് പറയുന്നത്. എന്താണ് വാക്യുലാർ സാപ്പ്? ദെൻ ഇറ്റ് കോൺട്രിബ്യൂട്ട് ദ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഓഫ് ദ സെൽ. അപ്പോൾ കോശത്തിൻ്റെ, പ്ലാന്റ് സെല്ലിൻ്റെ, സസ്യകോശത്തിൻ്റെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സസ്യകോശത്തിനകത്ത് കാണപ്പെടുന്ന ഫേനങ്ങൾ അല്ലെങ്കിൽ വാക്യൂൾസിനകത്ത് കാണപ്പെടുന്ന സബ്സ്റ്റൻസസ് ആണ് ഈ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈക്വൽസ് ടു സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. ദെൻ ഇൻ പ്ലാന്റ് സെൽസ് ദ സെൽ മെംബ്രെയിൻ ആൻഡ് ദ ടോണോപ്ലാസ്റ്റ്. എന്താണ് ടോണോപ്ലാസ്റ്റ്? നിങ്ങൾ മുൻ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. സെൽ മെംബ്രെയിൻ എന്ന് വെച്ചാൽ എന്താ? സെൽ വാൾ കഴിഞ്ഞ് അടുത്ത് കാണപ്പെടുന്ന മെംബ്രെയിനാണ് സെൽ മെംബ്രെയിൻ, പ്ലാസ്മാ സ്തരം. ഇനി എന്താ ടോണോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ? ദ മെംബ്രെയിൻ സറൗണ്ടിങ് ദ വാക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫേനങ്ങളെ ചുറ്റി കാണപ്പെടുന്ന സ്ഥലങ്ങളെയാണ് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ദ മെംബ്രെയിൻ സറൗണ്ടിങ് ദ വാക്യൂൾ ഈസ് നോൺ ആസ് ടോണോപ്ലാസ്റ്റ്.
are the important determinants of movement of molecules in or out of the cell. കോശത്തിനകത്തേക്കും കോശത്തിന് പുറത്തേക്കും വസ്തുക്കളുടെ സഞ്ചാരത്തെ മൂവ്മെൻറ്റ്സിനെ സ്വാധീനിക്കുന്ന നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് പ്ലാസ്മ സ്ഥലവും ടോണോപ്ലാസ്റ്റ്. Plasma membrane and tonoplast are the two determinants, are the important determinants of movement of molecules in and out of the cell. മനസ്സിലായല്ലോ? Then എന്താണ് ഓസ്മോസിസ്? How can we define osmosis? It's very simple. Osmosis means diffusion of water across a differentially or a semi-permeable membrane. ഒന്നുകൂടെ പറയാം. ഓസ്മോസിസ് പ്രതിവ്യാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻസ് ദ ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ അക്രോസ് എ ഡിഫറൻഷ്യലി ഓർ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആൻഡ് ദ നെറ്റ് ഡയറക്ഷൻ ആൻഡ് ദ റേറ്റ് ഓഫ് ഓസ്മോസിസ് ഡിപ്പെൻഡ്സ് ഓൺ ബോത്ത് ദ പ്രഷർ ഗ്രേഡിയൻസ് ആൻഡ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻസ്. അപ്പോൾ ഓസ്മോസിസിൻ്റെ അല്ലെങ്കിൽ പ്രതിവ്യാപനത്തിൻ്റെ നിരക്ക്, റേറ്റ് ആൻഡ് ഡയറക്ഷൻ, ദിശ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആശ്രയിക്കുന്നത് ആരെയൊക്കെയാണ്? പ്രഷർ ഗ്രേഡിയൻറ്റിനെയും അതുപോലെ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിനെയും. ഇനി ഓസ്മോസിസ് എന്താണ് എന്ന് വേറൊരു തരത്തിൽ പറഞ്ഞാൽ അതോടെ ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വാട്ടർ വിൽ മൂവ് ഫ്രം ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു ഇറ്റ്സ് ലോവർ കോൺസെൻട്രേഷൻ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. Once again, water from its higher concentration to its lower concentration through a semi-permeable membrane until equilibrium is reached. ജലം അതിൻ്റെ ഗാഠത കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഏതിലൂടെ? ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഏതുവരെ? until an equilibrium is reached. ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് എന്താണ്? ഓസ്മോസിസ് അല്ലെങ്കിൽ വൃതിവ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ ജലം അതിൻ്റെ ഗാഠത കൂടിയ സ്ഥലത്ത് നിന്ന് ഗാഠത കുറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നു. ഏതിലൂടെ? ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഏതുവരെ? until an equilibrium is reached. Okay, osmosis. Then at equilibrium the two chambers should have the same water potential. വാട്ടർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി, കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഇക്വിലിബ്രിയം ആകുമ്പോൾ, സന്തുലനാവസ്ഥയിലാകുമ്പോൾ ഈ രണ്ട് ചേംബറിൻ്റെയും എന്താണ്? വാട്ടർ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. രണ്ട് ചേംബേഴ്സ് ഉണ്ട്. ശ്രദ്ധിക്കുക, ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ചേംബർ എ ആൻഡ് ചേംബർ ബി. ഈ രണ്ട് ചേംബറും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? എന്തുവഴി? ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ചേംബർ എയിൽ ഡൈല്യൂട്ട് സൊല്യൂഷൻ, ചേംബർ ബിയിൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ശ്രദ്ധിക്കണം, ഈ ഫിഗർ ശ്രദ്ധിക്കുക. രണ്ട് ചേംബറുണ്ട്, ചേംബർ എ ആൻഡ് ചേംബർ ബി. ദീസ് ടു ചേംബേഴ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ചേംബർ എയിൽ ഡൈല്യൂട്ട് സൊല്യൂഷൻ, ചേംബർ ബിയിൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ഈ രണ്ട് ചേംബറും സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സിസ്റ്റം ക്രമീകരിച്ചാൽ ഇവിടെ എന്ത് സംഭവിക്കും? രണ്ട് സൊല്യൂഷൻ, ഡൈല്യൂട്ട് സൊല്യൂഷൻ, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, സെപ്പറേറ്റഡ് ബൈ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇവിടെ എന്ത് സംഭവിക്കും? നോക്കൂ. സൊല്യൂഷൻ ഓഫ് വിച്ച് ചേംബർ ഹാസ് എ ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ? ഏത് ചേംബറിനായിരിക്കും ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ? നമുക്കറിയാം, വാട്ടർ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതലുള്ള ആർക്കാണ്? പ്യുവർ വാട്ടറിനാണ്. അപ്പോൾ ഡൈല്യൂട്ട് സൊല്യൂഷനിലാണോ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലാണോ വാട്ടറിൻ്റെ അളവ് കൂടുതലുള്ളത്? ഡൈല്യൂട്ട് സൊല്യൂഷനിലാണോ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലാണോ ജലത്തിൻ്റെ അളവ് കൂടുതൽ? ഡൈല്യൂട്ട് സൊല്യൂഷനിലാണ്. അപ്പോൾ ഡൈല്യൂട്ട് സൊല്യൂഷനിൽ ജലത്തിൻ്റെ അളവ് കൂടുതലും സൊല്യൂട്ടിൻ്റെ അളവ് കുറവുമാണ്. നമ്മുടെ വാട്ടർ പൊട്ടൻഷ്യൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ്? സൊല്യൂഷൻ ഓഫ് വിച്ച് ചേംബർ ഹാസ് ദ ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ? ഏത് ചേംബർ? ചേംബർ ബി. ചേംബർ ബിയിൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനാണ്, ജലത്തിൻ്റെ അളവ് കുറവാണ്, സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലാണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചോദ്യം,
solution of which chamber has a lower solute potential? ഏത് ചേംബറിനാണ്, ഏത് ചേംബറിലെ സൊല്യൂഷനാണ് ലോവർ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ? ചേംബർ എയിലാണോ ചേംബർ ബിയിലാണോ? മൂന്നാമത്തെ ചോദ്യം, ഇത് നിങ്ങൾ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യണം. ആദ്യത്തെ ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ കാര്യം നിങ്ങൾ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യുക. മൂന്നാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ഓസ്മോസിസ് ഒക്കർ? Dilute solution, concentrated solution, separated by a semi-permeable membrane. ഇവിടെ ഏത് ദിശയിൽ പ്രതിവ്യാപനം നടക്കും, ഓസ്മോസിസ് നടക്കും? ഏത് ദിശയിലായിരിക്കും? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ നിന്ന് ഡൈലൂട്ട് സൊല്യൂഷനിലേക്ക് ജലം പോകുമോ, അതോ ഡൈലൂട്ട് സൊല്യൂഷനിൽ നിന്ന് കോൺസെൻട്രേഷൻ സൊല്യൂഷനിലേക്ക് ജലം പോകുമോ? വളരെ വ്യക്തമാണ്. ജലം അതിൻ്റെ കോൺസെൻട്രേഷൻ, അതിൻ്റെ ഗാഢത കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് സെമി പെർമിബിൾ മെംബ്രെയിനിലൂടെ പോകുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ജലം കൂടുതലുള്ളത് എവിടെയാണ്? ഡൈല്യൂട്ട് സൊല്യൂഷനിലാണ്. ഏത് സൊല്യൂഷനിൽ കുറവാണ്? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ കുറവാണ്. അപ്പോൾ ഡൈല്യൂട്ട് സൊല്യൂഷനിൽ നിന്ന് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലേക്ക് ആര് മൂവ് ചെയ്യും? ജലം മൂവ് ചെയ്യും. ഏതുവരെ? രണ്ട് ചേംബറും ഇക്വിലിബ്രിയം എത്തുന്നത് വരെ, സന്തുലനാവസ്ഥയിൽ എത്തുന്നത് വരെ. Then fourth question, which solution has a higher solute potential? ഏ സൊല്യൂഷനാണ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടുതലുള്ളത്? Then at equilibrium, which chamber will have lower water potential? ഇക്വിലിബ്രിയം, സന്തുലനാവസ്ഥയിൽ ഏത് ചേംബറിലായിരിക്കും വാട്ടർ പൊട്ടൻഷ്യൽ കുറവ്? അപ്പോൾ ഈ ഒരു വിശദീകരണത്തിൽ നിന്ന് നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുക, അധ്യാപകരുമായി ചർച്ച ചെയ്യുക. അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഒന്ന് സമാധാനമായിട്ട് ശാന്തമായിട്ട് ആലോചിച്ച് നോക്കുക. ഇതിൽ പേടിക്കേണ്ട ഒരു വസ്തുതകളുമില്ല. വളരെ എളുപ്പമാണ്, വളരെ ലളിതമാണ്. ചിന്തിച്ചാൽ ഓസ്മോസൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. ആ പ്രക്രിയ വളരെ പ്രധാനപ്പെട്ടതാണ്. ജലം അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്ത്, ജലം അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു ത്രൂ എ സെമി പെർമിബിൾ മെംബ്രെയിൻ. ഇക്കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ചെറിയ പ്രവർത്തനങ്ങളാണ് നൽകുന്നത്. അതൊന്ന് കുറിച്ചിടുക. അത് നിങ്ങൾ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്യുക. സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തി പഠിക്കുക. ഈ തരുന്ന അസൈൻമെൻറ്റ്സ് മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്, അത് നിങ്ങൾ അധ്യാപകർ നിർദ്ദേശിക്കും. അധ്യാപകർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർദ്ദേശിക്കും. ഇത് ബ്രീഫായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം, ചില ചെറിയ കാര്യങ്ങൾ മാത്രം. കൂടുതൽ കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ചർച്ച ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം. ഒന്നാമത്തെ അസൈൻമെൻറ്റ്, ഡിഫൈൻ ട്രാൻസ്പിറേഷൻ. സസ്യ സംവേദനം എന്തെന്ന് നിർവചിക്കുക. 2, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഫോളോയിങ് ടേംസ്. താഴെ പറയുന്ന ആ ടേംസ് ലഘുവായി പ്രതിപാദിക്കും. 1, വാട്ടർ പൊട്ടൻഷ്യൽ. 2, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. 3, പ്രഷർ പൊട്ടൻഷ്യൽ. 4, ഓസ്മോസിസ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.